വെനസ്വേല എന്ന രാജ്യത്ത് കടന്നുകയറി പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും ഭാര്യ സീലിയ ഫ്ലോറസിനെയും റാഞ്ചി അമേരിക്ക യുഎസിലെത്തിച്ചത് ചില്ലറ ആശങ്കയല്ല ലോകരാജ്യങ്ങളിൽ സൃഷ്ടിച്ചത്. മയക്കുമരുന്ന് കച്ചവടവുമായി ബന്ധപ്പെട്ട് അത് നേതൃത്വം നൽകുന്നത് വെനസ്വേലൻ പ്രസിഡന്റാണ് എന്ന ആക്ഷേപത്തിലാണ് അമേരിക്ക ഈ പ്രവൃത്തി നടത്തിയത്. ഈ വലിയ ഓപ്പറേഷൻ നടക്കുന്നതിനിടെ വെനസ്വേലൻ സൈന്യം എന്ത് ചെയ്യുകയായിരുന്നു? ഈ ചോദ്യമാണ് ഏറ്റവും പ്രധാനമായും ഇപ്പോൾ ഉയരുന്നത്. ഒരു ചെറിയ പ്രതിരോധം പോലും സൃഷ്ടിക്കാതെ തങ്ങളുടെ പ്രസിഡന്റിനെ അരമണിക്കൂറിനുള്ളിൽ രാജ്യം കടത്താൻ സൈന്യം സഹായം നൽകിയോ എന്നുള്ള ചോദ്യങ്ങളും ചില മാധ്യമങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതീവ സുരക്ഷയുണ്ട് നിക്കോളാസ് മഡൂറോയുടെ പ്രസിഡന്റിൻ്റെ വസതിയിൽ. കാരണം പലപ്പോഴും ഈ ഭീഷണി അമേരിക്കയുടെ ഭാഗത്ത് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ചില മുന്നറിയിപ്പുകൾ അമേരിക്ക ഇതുമായി ബന്ധപ്പെട്ട് മഡൂറോയ്ക്ക് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷിതത്തിൽ കഴിയുന്ന ഒരാൾ കൂടിയായിരുന്നു നിക്കോളാസ് മഡൂറോ എന്ന് ഓർക്കണം. ഇവരെയൊക്കെ വളരെ കൃത്യമായി തന്നെ സുരക്ഷാ ഗാർഡുകളുടെ അകമ്പടിയിലാണ് ഉണ്ണുന്നതും ഉറങ്ങുന്നതും സഞ്ചരിക്കുന്നതും മറ്റും. പക്ഷേ US സൈന്യത്തിന് വളരെ നിഷ്പ്രയാസം മഡൂറോയെയും ഭാര്യയെയും തട്ടിക്കൊണ്ടു പോകാനും US-ലെത്തിക്കാനും സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. സൈന്യം ഈ നീക്കങ്ങൾ അറിഞ്ഞില്ല എന്നുള്ളത് വിശ്വസിക്കാനാവുന്ന ഒരാരോപണമായി കാണുന്നില്ല. വെനസ്വേലൻ ഭരണകൂടത്തിലെ ചില ഉന്നത കേന്ദ്രങ്ങളും ട്രംപ് ഭരണകൂടവുമായി ഉണ്ടാക്കിയ രഹസ്യധാരണയാണോ ഇതിന് പിന്നിൽ എന്ന സംശയങ്ങൾ ബലപ്പെടുന്നുണ്ട്. ഇത് US സൈന്യത്തിൻ്റെ ഓപ്പറേഷന് കരുത്തു പകർന്നു എന്നാണ് നിരീക്ഷണങ്ങൾ പുറത്തു വരുന്നത്. ഇപ്പോൾ നമുക്കറിയാം, വൈസ് പ്രസിഡന്റായിരുന്ന ഡെൽസി റോഡ്രിഗസ് അവർ വളരെ പെട്ടെന്ന് തന്നെ, അതും മഡൂറോ US-ലെത്തി മണിക്കൂറുകൾക്ക് അകം തന്നെ അവർ പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉയർന്നു. അതിനുശേഷം ആദ്യഘട്ടത്തിലൊക്കെ മഡൂറോയുടെ നയങ്ങൾക്കൊപ്പം ഉറച്ചു നിന്ന റോഡ്രിഗസ് പിന്നീട് അമേരിക്കയ്ക്കൊപ്പം ഏതാണ്ട് ചേർന്ന് നിന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത് മറ്റും. ഇതൊക്കെ വലിയ സംശയങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അമേരിക്കൻ നയങ്ങളോട് ചേർന്ന് നിൽക്കും എന്നുള്ള പ്രസ്താവന ഡെൽസി റോഡ്രിഗസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അറബ് സഖ്യകക്ഷികളുടെ മധ്യസ്ഥതയിൽ ഡെൽസിയും ദേശീയ അസംബ്ലിയുടെ അധ്യക്ഷനായ സഹോദരൻ ജോർജ് റോഡ്രിഗസും ട്രംപ് ഭരണകൂടവുമായി കഴിഞ്ഞ വർഷം രഹസ്യ ചർച്ചകൾ നടത്തിയതായുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. US നടപടിയുടെ സമയത്ത് പ്രതിരോധം സൃഷ്ടിക്കേണ്ടിയിരുന്ന വെനസ്വേലിയൻ സൈന്യത്തെ റോഡ്രിഗസ് സ്വാധീനിച്ചോ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നുണ്ട്. US സൈന്യവുമായുള്ള ഏറ്റുമുട്ടൽ എന്തുകൊണ്ട് ഒഴിവാക്കി എന്നുള്ള ചോദ്യവും ഉയർന്നു വരുന്നുണ്ട്. താഴ്ന്നു പറന്ന ഹെലികോപ്റ്ററുകളെ വെടിവെച്ച് വീഴ്ത്താൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ആവശ്യമില്ല. കേവലം തോക്കുകൾ മാത്രം ഉപയോഗിച്ച് ഒരു പക്ഷേ ഈ വിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്താമായിരുന്നു. എന്നിട്ടും അത്തരം ഒരു നീക്കം പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സംശയത്തിൻ്റെ നിഴൽ കൂട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഡൂറോയ്ക്ക് US ചില വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. അതായത് പ്രസിഡന്റ് പദം രാജിവെക്കണം, അത് രാജിവെച്ചാലും വെനസ്വേലയിൽ സുരക്ഷിതമായി കഴിയാം, അല്ലെങ്കിൽ തുർക്കി, ഖത്തർ എന്നിവയിൽ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് പലായനം ചെയ്യാൻ അവസരം നൽകാം. ഈ രണ്ട് നിർദ്ദേശങ്ങളും മഡൂറോ പൂർണ്ണമായും തള്ളുകയാണ് ഉണ്ടായത്. ഇത് തള്ളിയതോടുകൂടി ഡെൽസി റോഡ്രിഗസുമായി അമേരിക്ക സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ മഡൂറോയുടെ പിൻഗാമിയായി ഡെൽസിയെ അവരോധിക്കാം എന്നുള്ള വാഗ്ദാനമായിരുന്നു ട്രംപ് മുന്നോട്ട് വെച്ചത്. അത് ഈ മഡൂറോയെ US-ലെത്തിച്ച ശേഷം വളരെ പെട്ടെന്ന് ട്രംപ് നടപ്പിലാക്കുകയും ഡെൽസിയുമായുള്ള ചില ചർച്ചകൾ നടത്തുകയും മറ്റും ചെയ്തു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഒന്നുകിൽ അധികാരം വിട്ട് വെനസ്വേലയിൽ തുടരാം, അല്ലെങ്കിൽ ഖത്തറിലേക്കോ തുർക്കിയിലേക്കോ നാടുവിടാം. ഈ രണ്ട് വാഗ്ദാനങ്ങളും മഡൂറോ തള്ളിയതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ചില ചർച്ചകൾ ഡെൽസിയുമായി നടത്തിയത് എന്നാണ് മനസ്സിലാകുന്നത്. ഡെൽസി സൈന്യത്തെ സ്വാധീനിക്കുകയും മഡൂറോയും അമേരിക്കയുമായുള്ള സംഘർഷത്തിൻ്റെ ഒരു തീവ്രത വ്യക്തമാക്കുകയും ചെയ്യുകയും തുടർന്ന് സൈന്യവും അമേരിക്കയുമായി കരാറിലെത്തുകയും ചെയ്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിന് പകരമായി വെനസ്വേലയുടെ ഇടക്കാല പ്രസിഡന്റായി ഡെൽസി റോഡ്രിഗസിനെ ഡൊണാൾഡ് ട്രംപ് അംഗീകരിക്കുകയും ചെയ്യുകയായിരുന്നു. ഇതിൽ ഡെൽസി റോഡ്രിഗസ് മാത്രമല്ല, ഡെൽസിയുടെ സഹോദരൻ അവിടുത്തെ വെനസ്വേലയിലെ അധികാര സ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരാൾ കൂടിയാണ്. ഇയാൾ കൂടി ഉണ്ടായിരുന്നു ഈ ധാരണയ്ക്ക് പിന്നിൽ എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് കഴിഞ്ഞ 2 വർഷമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. സ്വന്തം വിശ്വസ്തർ തന്നെ ശത്രുപക്ഷവുമായി മഡൂറോയ്ക്ക് ചേർന്ന് കൊടുത്ത ഒരു ഗംഭീര പരിപാടിയാണ് ഈ മഡൂറോയുടെ പതനത്തിന് കാരണമായത് എന്ന പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിലവിൽ ന്യൂയോർക്കിലെ ഫെഡറൽ കോടതിയിൽ ലഹരിക്കടത്ത് കേസിൽ വിചാരണ നേരിടുകയാണ്. കഴിഞ്ഞ ദിവസം കോടതിയിൽ പറഞ്ഞത് താൻ തന്നെയാണ് ഇപ്പോഴും വെനസ്വേലയുടെ പ്രസിഡന്റ്, താൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് മഡൂറോയും ഭാര്യയും ആവർത്തിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ആരാണ് ഈ ഡെൽസി റോഡ്രിഗസ് എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കണം. മഡൂറോയുടെ വലിയ വിശ്വസ്തയായിരുന്നു ഇവർ.
2018 മുതൽ വെനസ്വേലയുടെ വൈസ് പ്രസിഡന്റായി ഇവർ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ഡെൽസി എലോയിന റോഡ്രിഗസ് ഗോമസ് എന്നാണ് ഇവരുടെ മുഴുവൻ പേര്. മഡൂറോയുടെ വിശ്വസ്തയായി വെനസ്വേലൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നു. വെനസ്വേലയുടെ എണ്ണ ഉൾപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നതിലും രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ മേൽനോട്ടത്തിലുമൊക്കെ മഡ്യൂറോ ഇവരെ വളരെ വിശ്വസിപ്പിച്ച് ചുമതലകൾ ഏൽപ്പിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടാകുന്നു. വലിയ ബന്ധം ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഉണ്ടാകുന്നു. സേനയിലും മറ്റും ബ്രിട്ടനിലും ഫ്രാൻസിലുമായി നിയമപഠനം പൂർത്തിയാക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ വെനസ്വേലൻ വിപ്ലവത്തിൻ്റെ മുഖമായി ഇവർ അറിയപ്പെടുന്ന ഒരാൾ കൂടിയാണ്. വെനസ്വേലയിലെ അഭിഭാഷകയാണ്, നയതന്ത്രജ്ഞയാണ്, രാഷ്ട്രീയക്കാരിയാണ്. അങ്ങനെ വലിയ സ്വാധീനമുള്ള ഒരാൾ കൂടിയായി നമ്മൾക്ക് നിക്കോളാസ് റോഡ്രിഗസിനെ വിശേഷിപ്പിക്കണം. ഹ്യൂഗോ ഷാവേസിൻ്റെയും മഡ്യൂറോയുടെയും ഒക്കെ പ്രസിഡൻഷ്യൽ കാലഘട്ടത്തിൽ റോഡ്രിഗസ് നിരവധി സ്ഥാനങ്ങൾ വഹിച്ച ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. 2013 മുതൽ 2014 വരെ വെനസ്വേലയുടെ പോപ്പുലർ പവർ ഫോർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ മന്ത്രിയായിരുന്നു. 2014 മുതൽ 2017 വരെ വിദേശകാര്യമന്ത്രിയായിരുന്നു. അതിനുശേഷം 2017 മുതൽ 2018 വരെ വെനസ്വേലയുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ പ്രസിഡന്റായും അങ്ങനെ വളരെ അധികാര സ്ഥാനങ്ങളിൽ ഇരുന്ന ഒരാളാണ് ഇപ്പോൾ പ്രസിഡന്റിനെ ചതിച്ചത് എന്നത് ഏറെ ഗൗരവതരമായ ഒരു കാര്യമായി കാണുന്നുണ്ട്.